ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ച സൈനികരെ ഇപ്പോഴാണ് രാജ്യം ആദരിച്ചതെന്ന പ്രചരണം തെറ്റാണെന്ന് പ്രതിരോധ മന്ത്രാലയം. 2025 മെയ് 11 വാർത്താ സമ്മേളനത്തിൽ 6 സൈനികർക്കും ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു എന്നും മന്ത്രാലയം വ്യക്തമാക്കി. PR അരവിന്ദ് കൂടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ്, എന്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദം അല്ലെങ്കിൽ ഒരു പ്രചരണം ഉണ്ടാകാനുള്ള കാരണം? വിവരങ്ങൾ എങ്ങനെ? ശ്രീലങ്കയിൽ കഴിഞ്ഞ ദിവസമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ പേര് വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ആദ്യമായി പുറത്തുവിട്ടത്. പക്ഷെ ഇതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികളടക്കം കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. കാരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇത്തരത്തിൽ ആർക്കും തന്നെ ജീവൻ നഷ്ടമായില്ല എന്നൊരു കാര്യമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പക്ഷെ ഒരു വർഷം ഇപ്പുറം ഈ പേരുകൾ പുറത്തുവിട്ടതിലൂടെ ഈ സൈനികരെ അപമാനിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. എന്നാൽ ഇത്തരം പ്രചാരണം അത് തെറ്റെന്നതാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം നേരിട്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ സൈനികരെ ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ഇപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ അത് വസ്തുതാവിരുദ്ധമെന്നും സേന വ്യക്തമാക്കുന്നുണ്ട്. 2025 ഓഗസ്റ്റ് 14 സൈനികർക്ക് മരണാനന്തര ധീരതാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. പുരസ്കാര പ്രഖ്യാപനം ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെ തന്നെ അന്ന് രാജ്യത്തെ അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം നടത്തുന്നത് ഒരു ദുഷ്പ്രചാരണമാണ്. ഇപ്പോൾ നടക്കുന്ന നടപടികൾ അത് തീർത്തും തെറ്റെന്ന് തന്നെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. എന്തായാലും ഇപ്പോൾ ദേശീയ യുദ്ധ സ്മാരകത്തിൽ വീരമൃത്യു വരിച്ചവരുടെ പേരുകൾ ആലേഖനം ചെയ്തത് അത് ഒരു നടപടി മാത്രമെന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിശ്ചിത നടപടിക്രമങ്ങൾ അത് പാലിച്ചു, കാരണം കൃത്യമായ സമയപരിധിയുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. ഇക്കാര്യത്തിൽ നടപടിക്രമം പാലിച്ചില്ലെന്ന ആരോപണം അത് വസ്തുതാവിരുദ്ധമെന്ന് തന്നെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കാരണം കോൺഗ്രസ് നേതാക്കൾ അടക്കം വലിയ വിമർശനം ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് ഈ മറുപടി വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.